നമസ്കാരം. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെടുത്തി തൊഴിലാളികൾ സമരത്തിലേക്ക് പോവുകയാണ്. രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയായി 1972 ആരംഭിച്ച് 55 വർഷം കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട പ്രമുഖമായിട്ടുള്ളൊരു സ്ഥാപനമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. പ്രതിരോധത്തിനും കപ്പൽ യാനത്തിനും സമുദ്ര സുരക്ഷയ്ക്കും ഗതാഗതത്തിനും ഒക്കെ ആവശ്യമുള്ള നിരവധി ഷിപ്പുകളുടെയും ഷിപ്പിൻ്റെ പാർട്ടുകളുടെയും ഒക്കെ ഉൽപ്പാദനത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയ സംവിധാനമാണ് കൊച്ചിൻ കപ്പൽ നിർമ്മാണശാല. ടൂറിസ്റ്റുകളുടെ പറദീസയാണ്. ആത്മനിർഭർ ഭാരതിൽ, മേക്ക് ഇൻ ഇന്ത്യയിലുമൊക്കെ വലിയ തോതിൽ സംഭാവന നൽകിയ സ്ഥാപനമാണ് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ്. അതിൻ്റെ 27% ഓഹരി നേരത്തെ സ്വകാര്യ പങ്കാളിത്തം വിറ്റിരുന്നു. അന്നും വലിയ സമരം നടന്നു. എന്നാൽ ഇപ്പോൾ 5% കൂടി വീണ്ടും ഓഹരി വിൽക്കുകയാണ്. അങ്ങനെ 32% ഓഹരി പുറത്തു കൊടുക്കുമ്പോൾ 68% ഓഹരി സർക്കാരിന് മാത്രമായി നിൽക്കുകയും 32% ഓഹരി പുറത്താവുകയും ചെയ്യുകയാണ്. തിരുവനന്തപുരത്തും കപ്പൽ നിർമ്മാണശാല പൂവാറിൽ വരുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നുണ്ട്. ലോജിസ്റ്റിക് സെൻ്ററുകളും കപ്പൽ നിർമ്മാണശാലയും ഒക്കെ തിരുവനന്തപുരത്ത് കൂടി വന്നാൽ സ്വാഭാവികമായിട്ട് തിരുവനന്തപുരത്തു നിന്ന് തന്നെ ഒരു കോമ്പറ്റീഷൻ കൊച്ചിൻ കപ്പൽശാലയ്ക്ക് വരാം. ഇനി തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന കപ്പൽശാല ഒരിക്കലും സമ്പൂർണ്ണമായി കേരള സർക്കാരിൻ്റെതല്ല. കാരണം സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. അത് സമ്പൂർണ്ണമായി PPP ആയിരിക്കും, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലായിരിക്കും അത് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ PPP മോഡലിൽ വരുമ്പോൾ അവർ കുറേ കൂടി മെച്ചപ്പെട്ട സേവനം കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി കപ്പൽ നിർമ്മാണശാലയ്ക്ക് ഇരട്ട കുരുക്കാണ് വരാൻ പോകുന്നത്. ഒന്ന്, ഓഹരികൾ പുറത്ത് വിൽക്കുന്നു. രണ്ടാമത്, തിരുവനന്തപുരത്ത് കപ്പൽ നിർമ്മാണശാല വരാനുള്ള സാധ്യതയും കാണുന്നു. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നം, കപ്പൽ നിർമ്മാണശാലയായാലും ഗവൺമെൻറ് മേഖലയിൽ ഏത് സ്ഥാപനം തുറക്കുമ്പോഴും ഉണ്ടാകുന്ന 2-3 പ്രശ്നങ്ങളുണ്ട്. അത് കാണാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. തുറക്കുമ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റ് വലിയ പ്രശ്നമായിരിക്കില്ല. പക്ഷേ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കോസ്റ്റും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ O&M കോസ്റ്റും ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റും പലപ്പോഴും പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാളും പ്രൊഡക്ഷൻ്റെ ലാഭത്തെക്കാളും മുന്തി നിൽക്കുന്നതാണ് മഹാഭൂരിപക്ഷ സ്ഥാപനങ്ങളിലും കാണുന്നത്. കാലാകാലങ്ങളിൽ കൊടുക്കുന്ന ഇൻക്രിമെൻറ്റ്, ഇൻസെൻറ്റീവ്, പ്രൊമോഷൻ ഇതൊന്നും കൊടുക്കണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. തൊഴിലാളികളുടെ ഒരു സേവന വേതന വ്യവസ്ഥയും നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റത്തില്ല. പക്ഷെ അതെല്ലാം കൊടുത്തു വരുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റും അത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റും വല്ലാതെ കൂടുന്ന രീതിയിലേക്ക് പോകും. മാത്രമല്ല എഫിഷ്യൻസി കുറയുകയും ചെയ്യും. കാരണം കാലാകാലങ്ങളിലുള്ള ഏറ്റവും വലിയ അപ്ഡേഷൻ നടക്കണമെങ്കിൽ ഓരോ സാങ്കേതിക വിദ്യയും വരുമ്പോൾ, ഇപ്പോൾ കമ്പ്യൂട്ടറൈസേഷൻ വരുമ്പോൾ കമ്പ്യൂട്ടറൈസ് ചെയ്യണം, AI വരുമ്പോൾ AI അധിഷ്ഠിതമാക്കണം. അങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അത് മാറണമെങ്കിൽ, പുതിയ മെഷീൻസ് വയ്ക്കണമെങ്കിൽ, പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവരണമെങ്കിൽ വലിയ തുക ആവശ്യമുണ്ട്. അതനുസരിച്ചുള്ള എക്സ്പേർട്ടുകളെ വയ്ക്കണമെങ്കിലും തുക ആവശ്യമുണ്ട്. അപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്തുള്ള എക്സ്പെർട്ടൈസ് അല്ല സ്ഥാപനം മുന്നോട്ട് പോകുമ്പോൾ. പുതുതായിട്ട് വരുന്ന എക്സ്പെർട്ടൈസിനെ വയ്ക്കേണ്ടി വരും, പുതുതായിട്ട് വരുന്ന എക്വിപ്മെൻറ്റ് വാങ്ങേണ്ടി വരും, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒഴിക്കേണ്ടി വരും. ഇങ്ങനെ വലിയ കോമ്പറ്റീഷനിലൂടെയാണ് ഏതൊരു വ്യവസായ സ്ഥാപനവും മുന്നോട്ട് പോകേണ്ടി വരുന്നത്. അതുപോലെ വളരെ പ്രധാനമാണ് 72 ഇന്ത്യയിൽ കപ്പൽ നിർമ്മാണശാല കൊച്ചിയിൽ ആരംഭിക്കുമ്പോൾ രാജ്യത്ത് ഇല്ലാതിരുന്ന ഒരുപാട് കപ്പൽ നിർമ്മാണശാലകൾ പല രാജ്യങ്ങളിലും പുതുതായി വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ അന്യ രാജ്യങ്ങളിൽ നിന്നുമുണ്ട്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥാപനം വരുമ്പോൾ അതൊരു മൊണോപ്പോളി നഷ്ടപ്പെടുന്നത് മറ്റ് സ്ഥാപനങ്ങൾ, അതിന് സമാന്തരമായ സ്ഥാപനങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു കോമ്പറ്റീഷൻ വരും. അപ്പോൾ പുറത്തുനിന്നുള്ള കോമ്പറ്റീഷൻ, അകത്തുനിന്നുള്ള ഇന്നഫിഷ്യൻസിയുടെ പ്രശ്നങ്ങൾ, ഞാനീ പറഞ്ഞ എസ്റ്റാബ്ലിഷ് കോസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രശ്നങ്ങൾ, പുറത്തുനിന്ന് പണം കൊണ്ടുവരാനുള്ള തടസ്സം, ഗവൺമെൻറ്റിന് കാലാകാലങ്ങളിൽ ഗ്രാൻഡിനേഡ് കൊടുക്കാനുള്ള പരിമിതികൾ, ഇതെല്ലാം കൂടി വരുമ്പോഴാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലപ്പോഴും വേണ്ടത്ര വിചാരിക്കുന്നത്ര മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. അതുപോലെ തന്നെ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലാണെങ്കിൽ പ്രൊമോഷനും മറ്റു കാര്യങ്ങളുമൊക്കെ പരമാവധി പെർഫോമൻസ് ബേസ്ഡ് ആയിരിക്കും. പക്ഷേ സർക്കാർ മേഖലയിൽ അങ്ങനെയല്ല. അവിടെ എക്സ്പീരിയൻസ് ബേസ്ഡും വർഷങ്ങളുടെ സർവീസ് ബേസിലും പ്രൊമോഷനൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായി വലിയ വർക്കൊന്നും ചെയ്യാത്ത ആളും വലിയ കഴിവ് പ്രകടിപ്പിക്കാത്ത ആളിനും ചിലപ്പോൾ പ്രൊമോഷനിലൂടെ മുകളിൽ വന്നിരിക്കാൻ പറ്റും. അതിനേക്കാൾ കഴിവുള്ളവർ അവരുടെ കീഴിൽ
പ്രവൃത്തി എടുക്കാതെ മാനസിക സംഘർഷത്തിൽ തുടരുകയും ഇതൊക്കെ നമ്മൾ സർക്കാർ സർവീസിൽ കാണുകയാണ്, സർക്കാർ സംവിധാനത്തിൽ കാണുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിലൊക്കെ ഇത് വലിയ വിഷയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ നല്ല ക്രെഡൻഷ്യൽ ഉള്ള ആളുകൾ താഴെ ഇരിക്കുകയും ക്രെഡൻഷ്യൽ ഇല്ലാത്ത ആളുകൾ വർഷങ്ങളുടെ പേര് പറഞ്ഞ് മുകളിലിരിക്കുകയും ചെയ്യും. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് അവസാനിപ്പിക്കാം, കപ്പലുമായി ബന്ധപ്പെടുത്ത അല്ലെങ്കിലും മറ്റൊരു ഉദാഹരണം. അമേരിക്കയിൽ ഒരു പ്രൊഫസർമാരുടെ ഒരു കോളേജിൽ, ഒരു പ്രധാനപ്പെട്ട കോളേജിൽ പ്രൊഫസർക്ക് നല്ല പ്രായമുണ്ട്. അദ്ദേഹം ഏകദേശം റിട്ടയർ ആകാറായപ്പോഴാണ് HOD ആയത്. പക്ഷെ അതേ സ്ഥാപനത്തിൽ വളരെ ജൂനിയറായ ഒരു ഫാക്കൽറ്റി വന്നു. ഫാക്കൽറ്റി വന്നപ്പോൾ PhD ഇല്ല. ഫാക്കൽറ്റി പോയി PhD എടുത്തുകൊണ്ട് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായി ആ വളരെ ജൂനിയറായ ആളിനെ പ്രൊഫസറെ മാറ്റി HOD ആക്കി. കാരണം HODക്ക് ഒരു PhD ഉള്ളത് നല്ലതാണ്. ഒരു ഫ്രഷ് ആയിട്ടുള്ള PhD-കാരൻ സ്ഥാപനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള. പക്ഷേ ഇവിടെയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? അതേ ചെറുപ്പക്കാരൻ, അതേ PhD എടുത്ത ആൾ വീണ്ടും 10-20 വർഷം ജോലി ചെയ്ത് പ്രൊഫസറെ പോലെ എക്സ്പീരിയൻസ് ആയി വലുതായി വന്നാലേ പ്രൊമോഷൻ കൊടുക്കുകയുള്ളൂ. ഈ വ്യത്യാസം നമ്മുടെ രാജ്യവും വിദേശ രാജ്യങ്ങളും തമ്മിലുണ്ട്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വർഷം സർവീസ് വെച്ചുകൊണ്ടുള്ള പ്രൊമോഷൻ, ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു സർക്കാർ സംവിധാനം. ഇതൊന്നും ഒരു കാരണം, അതുപോലെ ആശ്രിത നിയമനം, അംഗപരിമിതക്കാര നിയമനം, ഇതൊന്നും സ്വകാര്യ മേഖലയിലില്ല. അവിടെ പെർഫോമൻസ് അനുസരിച്ചാണ് പരിപാടികൾ നീങ്ങുന്നത്. അതുപോലെ ഏത് സ്ഥാപനത്തിൻ്റെ ഏത് യൂണിറ്റും അവർക്ക് കട്ട് ചെയ്യാനും പുതിയത് കൊണ്ടുവരാനും ഓഹരി വിൽക്കാനും ഓഹരി വാങ്ങാനും ഒക്കെ സ്വകാര്യ മേഖലയ്ക്ക് കഴിയും. പക്ഷെ പൊതുമേഖലയ്ക്ക് ഇതൊന്നും കഴിയുകയില്ല. അതിൻ്റെതായ പരിമിതികൾ വളരെ വലുതാണ്. ചിലതൊക്കെ കഴിയേണ്ടതാണ്, പക്ഷേ ചെയ്യുന്നത് പോലും പറ്റുന്നത് പോലും പറ്റില്ല. പെർഫോമൻസ് കൊണ്ടുവരാൻ പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെ പലതരം പ്രശ്നങ്ങളുള്ള സമയത്താണ് ഈ കപ്പൽശാലയെ സ്വകാര്യവൽക്കരിക്കുന്നു എന്നുള്ള പേരിൽ വലിയ സമരം നടക്കുന്നത്. ഇന്നും നാളെയൊക്കെ തൊഴിലാളികളുടെ സമരമുണ്ട്. അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ സംഘടനകൾ സംഘടിതമായി പറയുന്നു. പക്ഷേ ട്രേഡ് യൂണിയൻ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യം മാത്രമായി അവർ പറയരുത്. രാജ്യത്തിൻ്റെ താല്പര്യവും സ്ഥാപനത്തിൻ്റെ താല്പര്യവും സമൂഹത്തിൻ്റെ താല്പര്യവും തലമുറകളുടെ താല്പര്യവും കൂടി എടുത്തുകൊണ്ട് വേണം തൊഴിലാളി സംഘടനകളും സമരം ചെയ്യാൻ. അല്ലാതെ ഞങ്ങൾക്ക് ജോലി നഷ്ടപ്പെടും, ഞങ്ങൾക്ക് ഇത് വരും എന്നുള്ളത് മാത്രം കണ്ടാൽ പോരാ, ഇതെല്ലാം കൂടി കാണണം. കാരണം കുറേ തൊഴിലാളികളെ നിലനിർത്താൻ വേണ്ടിയിട്ടാകരുത് ഒരു സ്ഥാപനം. എന്നാൽ സ്ഥാപനത്തിൽ തൊഴിലാളികളും ഇന്നവിറ്റബിളായിട്ടുള്ള സംവിധാനം തന്നെയാണ്. അവരുടെ സേവന വേതന വ്യവസ്ഥകളെ മുറിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനും കഴിയില്ല. ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള വളരെ ന്യൂട്രലായിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അതെങ്ങനെ എടുക്കുന്നു എന്നതിനനുസരിച്ചാണ് ഓരോ സ്ഥാപനവും ലാഭത്തിലും നഷ്ടത്തിലേക്ക് പോകുന്നത്. എന്തായാലും 55-ാം വർഷത്തിലേക്ക് പോകുമ്പോൾ വലിയ വിവാദത്തിലേക്ക് ഈ കപ്പൽശാല പോകുന്നു എന്നുള്ളത് അനുകരണീയമായൊരു മാതൃകയല്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പൊളിറ്റിക്കൽ ലീഡർഷിപ്പും അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം.